ഇതിന്റെ അകത്ത് എന്തോ നീയാണ് കണ്ടിട്ട് മനസ്സിലായില്ലേ? പടം വരയ്ക്കുന്നു. കുറച്ചാൾ ഈ അസുഖം ഇല്ലായിരുന്നല്ല. ഹലോ, ചിത്രരചന ഒരു അസുഖമാണെന്ന് ഇന്ന് വരെ ഒരു മെഡിക്കൽ സയൻസും പ്രഖ്യാപിച്ചിട്ടില്ല. വീട്ടു ജോലിക്ക് അമ്മയെ സഹായിക്കാതെ ഇവിടെ വന്ന് പടം വരച്ച് കളിക്കണ അസുഖമൊന്നുമല്ല, അത് വലിയൊരു കുറ്റമാണ്. സദാ നേരത്തെ ഭാര്യയോട് അടുക്കളപ്പണി ചെയ്യുക പറയുന്നതാണ് കുറ്റം. ഭർത്താവിന്റെ വീട്ടിലെ ജോലിക്ക് സഹായിക്കാൻ ഭാര്യയോട് പറയുന്നതിൽ തെറ്റില്ല എന്ന് മുംബൈ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മുംബൈ ഹൈക്കോടതി? കേരള ഹൈക്കോടതി പോലും പറഞ്ഞായിരുന്നോ? എന്നിട്ട് ഞാൻ ആലോചിക്കാം. നീ ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് എന്താണ് ഇത് പടം വരച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ അവാർഡ് നയിക്കാൻ പോവാ. ഈ കാട്ടുചെടിയും വള്ളിച്ചെടിയും ഒക്കെ വരച്ചിരുന്നാൽ അവാർഡൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ കാട്ടുചെടിയും വള്ളിച്ചെടിയും ഒന്നുമല്ല, നല്ല ഒന്നാന്തരം ഒരു പെയിന്റിങ്. അത് വരച്ച് കഴിയുമ്പോൾ കണ്ടു ഇങ്ങോട്ട് ഇപ്പൊ കയറാൻ പറ്റത്തില്ല. ഇതെപ്പ കഴിയും? ഒരു 2-3 ദിവസം എടുക്കും. അപ്പൊ അതുവരെ ഞാൻ ഇതിന്റെ അകത്തോട്ട് കയറണ്ടേ? വേണ്ട, ഞാൻ വരച്ചൊരു ദൂരങ്ങളെല്ലാം കൂടെ. പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ കയറാൻ പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞേ. വരച്ച് കഴിയുമ്പോ ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാന്നത് കഴിയട്ടെ. പല്ലവി, എവിടെ പോയി കിടക്കുന്ന? എത്ര നേരമായി കിടന്ന് തൊള്ള തുറക്കുന്ന? അമ്മ പുതിയ വല്ല സാധനം ഉണ്ടാക്കിയോ? ആ, പുഴുങ്ങി വെച്ചിട്ടുണ്ടടി. കൊഴുക്കട്ടയാണോ? തലവേനെടുത്ത് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കൊഴുക്കട്ട. അതൊരു ടാബ്ലറ്റ് കഴിച്ചാ പോരാച്ചമ്മ, മാറിക്കോളും. ടാബ്ലറ്റ് കഴിച്ചാൽ ഈ അടുക്കളയിലെ പണിയൊക്കെ തന്നെ അങ്ങ് നടക്കൂടി? ഇല്ല, ടാബ്ലറ്റ് കഴിച്ചാൽ അമ്മയുടെ തലവേദന പോവാ. അപ്പൊ അമ്മയ്ക്ക് പണിയെടുക്കാലോ. നീ ഇങ്ങ് വന്നേ. പല്ലവി ഇങ്ങ് വാ. തേങ്ങാ തരുമ്പോ. ഞാനോ? പല്ലവിന്റെ പേരുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടിലെ? അല്ല, ഞാൻ വിചാരിച്ച അപ്പച്ചിയുടെ പേര് മാറി വിളിച്ചാണെന്നോ. കളിക്കല്ലേ ചുമ്മാ. നിനക്കിപ്പോ അവിടെ സുഖം തുടങ്ങിയല്ലേ? ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ മടി. എന്തായാലും അവളെ പോലെ ആകാൻ അച്ഛൻ സമ്മതിക്കത്തില്ല. തിരുമ്പ. എന്താണ് പല്ലവി? മൂത്തവര് പറഞ്ഞാ നിനക്ക് കേൾക്കാൻ അറിഞ്ഞൂടെ? തേങ്ങ എടുക്കൂ, തേങ്ങ എടുക്കൂ കുട്ടി, തേങ്ങ എടുക്കൂ, തേങ്ങ എടുക്കൂ. ആ, തിരുമ്പ അങ്ങോട്ട്. ഇങ്ങനെയല്ല, നീ ഇവിടെ കേറിയിരുന്ന് നല്ല വൃത്തിക്ക് വെച്ച് തിരുമ്പ. അതെ, അങ്ങനെയല്ല മോളെ. മധ്യഭാഗത്തു നല്ല തേങ്ങയുടെ തിരുമേണ്ടത്. ഇതാ ഇങ്ങനെ സൈഡ് വെക്കുക. എന്നിട്ട് ഈ സൈഡ് അരിവ് ചേർത്ത് തിരുമ്മി വരണം. അങ്ങനെ മുറുക്കപ്പിടി. അങ്ങനെ തന്നെ. എന്റെ സൽപുത്രക്ക് ഇതൊക്കെ അറിയാവോടി? പിന്നെ അച്ഛമ്മ എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നും പഠിപ്പിച്ചില്ലേ? ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല അമ്മേ. നങ്ങ് വാ, അമ്മ പഠിപ്പിക്കാം. ഉപ്പ് നോക്കാനായിരിക്കും അല്ലേ? അല്ലല്ലല്ല, ഇത് അടി പിടിക്കാതെ എന്റെ മക്കൾ ഇവിടെ നിലക്ക. ഞാനോ? ഇതിപ്പോ രണ്ടുപേരും ഞാനാ. കളിക്കല്ലേ പിങ്കി? ഇത് അടി പിടിക്കാതെ ഇളക്കപ്പച്ചി അങ്ങോട്ട്. മക്കളും തലവേനെടുത്തിട്ട് ഒരു അമ്മ നാത്തുമില്ലേ അമ്മ ഇതൊന്നും ചെയ്യാൻ ഇവിടെ? നാത്തോടെ പെയിന്റിംഗ് എന്ന് പറഞ്ഞ അവിടെ മുറി കയറി ഇരിപ്പുണ്ടടി. അല്ല, അവളല്ലേ ഈ വീട്ടിൽ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ. ഒരു ദിവസം നിങ്ങക്ക് സഹായിച്ച എന്താ കുഴപ്പം? നിന്നോട് തിന്നാനല്ല പറഞ്ഞ, തിരുമ്പ അങ്ങോട്ടിരുന്നു. ഇത് എത്ര നേരം ഇളക്കണം? നിർത്താനാവുമ്പോ ഞാൻ പറയാൻ പിങ്കി. ഈ വീട്ടിലെ ജൂനിയർ സിറ്റിസൺ ഒക്കെ അടുക്കള പണിക്ക് ഇറങ്ങിയോ? സുമേ കുട്ടാ, ഇനി വാടാ, ഇത് ഇളക്കടാ. ഇളക്കാനോ? അവനുള്ളത് ഞാൻ വേറെ പണി കൊടുത്തോളാം. നീ നിന്നോട് പറഞ്ഞത് ചെയ്യേ. ഇളക്ക. അടി പിടിച്ചാ പിങ്കി എന്റെ സ്വഭാവം മാറും. പണിയോ? എന്തോന്ന് പണി? എനിക്ക് എന്തോന്ന് പണിയമ്മ? എടാ, അമ്മയ്ക്ക് തലവേനയാടാ. സിങ്ക് നിറച്ച് പാത്രങ്ങൾ കിടക്കുന്നു, ഒന്ന് കഴുകി വെക്ക. അമ്മ, അതൊക്കെ പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിയല്ലേ? ഈ വീട്ടിൽ പെണ്ണാണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല ചേർക്കാൻ. മര്യാദക്ക് പോയി കഴുകി തുടച്ച് വെയ്യെടുത്ത്. അതല്ലമ്മ ചെയ്തില്ല. അതങ്ങനല്ലല്ലോ. പാത്രം കഴുകുന്നുണ്ടോ ഇല്ലയോ? പത്രം കഴുകുന്നു. അതല്ലമ്മ അത്. നിനക്ക് ഭക്ഷണം വേണോ? ഭക്ഷണം വേണോ? കഴിക്കണോ ഈ വീട്ടിൽ നിന്ന്? ഭക്ഷണം കഴിക്കാമാ. കഴിക്കണമല്ലോ. ഞാൻ പോയി കഴുകും. പോയി കഴുകാൻ പാത്രം. അമ്മ മതിയോ അമ്മ ഇളക്കിയത്? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പറയാന്ന് പിങ്കി? ഇതെന്ത് കഴുകാ ചെറുക്ക? പിന്നെ എങ്ങനെ പോലെ അങ്ങോട്ട് മാറി നിന്ന് വെള്ളം താഴെ വീഴാത്ത പോലെ കഴുകുന്നത്? മറന്ന് കഴുകി ചേർക്കാം. എനിക്കിനി ഇവിടെ തുടയ്ക്കാൻ നേരമില്ല. അങ്ങോട്ട് മാറി കേട്ടോ. മര്യാദയ്ക്ക് ആ സിങ്കിലോട്ട് പിടിച്ച് പാത്രം കഴുകുക. എടി, അത് കഴിയുമ്പോ ഉണ്ടല്ലോ അരിയും കൂടെ കഴുകിയിട്ടേ ഇപ്പുറത്തെ അടുപ്പല്ലോ. നോക്കണം കേട്ടോ. 1/2 മണിക്കൂർ കഴിയുമ്പോ ഞാൻ വരും. എല്ലാം മനസ്സിലായല്ലോ? 1/2 മണിക്കൂർ. എനിക്ക് തലവേന എടുത്തിട്ട് എന്റെ ദേമി ഇതിനോടൊക്കെ വായലച്ച് എല്ലാം ചെയ്ത് വെച്ചേക്കണം. എനിക്ക് അത്ര പറയാനുള്ളൂ. എല്ലാം സെറ്റാ. അപ്പച്ചി, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത റീൽ ഉണ്ടല്ലോ, അത് ചെയ്യണ്ടേ? ഞങ്ങള് റീൽ എടുക്കുന്നതിന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ മറ്റേ ഇങ്ങനെ നടക്കും. അത് നീ ഇങ്ങനെ നടക്കും, നീ ഇങ്ങനെ ആക്കണം. അവിടെ ആത്തോളം കാണിക്കും. ഞാൻ റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. ജയ 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 ഹോ ഹോ ജയ 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 മാതാജി ജയ 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 മൈ.
എന്തോ ഉപ്പുണ്ടോ നോക്കിയിരുന്നോ? ആടാ ഞാൻ നോക്കിയായിരുന്നു. നീ ആ പാത്രം കഴുകിട്ടെ തുടച്ചു വെക്കാൻ കുറച്ച് മറക്കല്ലേടാ. എടി, തറയില് വെള്ളം വീഴല്ലേ? ആ ഇല്ല എടി, അത് പെട്ടെന്ന് തീർച്ചിട്ട് നീ നോക്കാം കേട്ടാ. നോക്കിക്കോണേ എടി, ഇതിനകത്ത് കറിവേപ്പില ഇട്ടായിരുന്നോ നമ്മളെ? ആ ഇട്ടായിരുന്നു. ലാസ്റ്റ് നീ ഉപ്പും കൂടെ ഇട്ടിട്ട് വാങ്ങിയാൽ മോളെ മതിയോ? വലിയ പെട്ടെന്ന് ചെയ്യണേ കേട്ടോ. എടുത്തു വെക്കണേ. കഴിഞ്ഞോ? അയ്യോ അമ്മച്ചി വന്നോ? എന്താ അച്ഛമ്മ മൂന്നിനോടും കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അടുത്ത് വിളച്ചിലെടുക്കാൻ നിൽക്കരുത്. കഴിഞ്ഞടല്ല പറഞ്ഞ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ. ഒരു തരി തേങ്ങ ഇല്ലല്ലോ പാത്രത്തില്. നീ എന്തൊക്കെ കോരിയിട്ടടി അതില്? നീ ഞാൻ പോയപ്പോ പിടിച്ച പാത്രമാണല്ലോടാ അത്. അമ്മ ഈ ഭിത്തി അഴുക്കിരിക്കുന്നു, അതുകൂടെ തുടച്ചു വന്നിട്ട്. ഓ ഒന്നുകൂടെ പറയാ, 30 മിനിറ്റ്. ഇതുങ്ങളൊക്കെ ചാട്ടയ്ക്ക് അടിക്കണം. അരമണിക്കൂറേ തന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട്